കണ്ട കറക്റ്റ് തണ്ടർബേർഡ് ആണെന്ന് പറയും. തണ്ടർബേർഡ് ആയിരുന്നു ഈ എക്സിന് ഈ ഒരു കളർ ഉണ്ടായിരുന്നു. കാരണം അതേ ഹലോ ഗായ്സ്, അപ്പോൾ മോട്ടോക്ലച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ 350 BS6ൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗായ്സ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഡിസൈനിൽ നിന്ന് തുടങ്ങാം. ഡിസൈനൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു തണ്ടർബേർഡിന്റെ ആ ഒരു രീതി തന്നെയാണ് ഈ വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ആ ഒരു ടാങ്ക് ആയാലും അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പിന്റെ ഭാഗമൊക്കെ ആയാലും ഏകദേശം ആ ഒരു തണ്ടർബേർഡിന്റെ രീതിയിലാണ് ഈ വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാലജൻ ബൾബോട് കൂടി വരുന്ന ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പ്, അതേപോലെ തന്നെ ഹാലജൻ ബൾബോട് കൂടി വരുന്ന ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ കാണാൻ. എന്താ പറയുക, ആ ഒരു റോയൽ എൻഫീൽഡിന് തനതായ രീതിയിലുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലെ ഷോക്കിന്റെ ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് വരുന്നത് ഒരു 41 mm ടെലിസ്കോപിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത്. അതേപോലെ തന്നെ വണ്ടിയുടെ ഡിസ്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു 300 mm ഡിസ്കും ബാക്കിൽ ഒരു 270 mm ഡിസ്കുമാണ് വരുന്നത്. ബ്രേക്കിങ്ങിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്കിംഗ് ആണ്. അങ്ങനെ വലിയ ബൈറ്റുള്ള ബ്രേക്ക് ഒന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബ്രേക്കിംഗും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ടയറിന്റെ ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്നത് ഒരു 100 സെക്ഷന്റെ ടയറും അതേപോലെ ബാക്കിൽ വരുന്നത് ഒരു 140 സെക്ഷന്റെ ടയറുമാണ്. ടയറിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ വണ്ടി എന്താ പറയുക, ഒരു തണ്ടർബേർഡിനെ വെച്ച് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് അതാ തണ്ടർബേർഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല അത്യാവശ്യം നല്ല വൈബ്രേഷൻ ഉള്ള വണ്ടിയാണ്. അത് മാത്രമല്ല നമുക്ക് വണ്ടി കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യും. ഇതിന് വെയിറ്റ് ഇല്ലെന്നല്ല, എന്നാലും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോൾ അത്രയും ഒരു എന്താ പറയുക, അത്രയും വെയിറ്റ് ഒന്നും നമുക്ക് വണ്ടിയിൽ അങ്ങനെ ഫീലും കാര്യങ്ങളൊന്നും ആവത്തില്ല. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് സൈഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു വണ്ടിയുടെ ടാങ്കും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പൊ ഈ വണ്ടി വന്നിരിക്കുന്നത് ഒരു റെഡ് കളറിലാണ്. ഇത് കൂടാതെ ഒരു യെല്ലോ കളറും ഉണ്ട്. അത് മാത്രമല്ല ഈ വണ്ടിക്ക് ഇപ്പൊ 3 വേരിയന്റിലാണ് കളറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം സൂപ്പർ നോവ, സ്റ്റെല്ലാർ, അതേപോലെ തന്നെ ഫയർബാൾ. അതായത് ഈ ഇരിക്കുന്ന ഫയർബാൾ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. അത്യാവശ്യം നല്ല ഭംഗിയാണ് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പൊ ആ ഒരു വേരിയന്റ് എന്താ ചേഞ്ച് ആകുമ്പോൾ വണ്ടിയുടെ പ്രൈസും ചേഞ്ച്, അതേപോലെ വണ്ടിയിലുള്ള ആക്സസറീസും മാറും. അതായത് ഈ ആ ഒരു ടോപ്പ് എൻഡ് വേരിയന്റിലോട്ടൊക്കെ വരുമ്പോഴത്തേനും വണ്ടിക്ക് ഡയമണ്ട് കട്ട് അലോയും അതേപോലെ ഫ്രണ്ടിൽ വിൻഷീൽഡും കാര്യങ്ങളൊക്കെ വരും. അത്യാവശ്യം നല്ല ഭംഗിയാണ് ആ വണ്ടിയും കാണാൻ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ് ഇതും. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ടൊക്കെ വരുമ്പോഴത്തേനും ഇവിടെ അവരുടെ ആ ഒരു സ്റ്റീൽ പാർട്സിൽ അവർ ആ ഒരു മെറ്റിയോർ 350യുടെ ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു തണ്ടർബേർഡിന് വരുന്ന എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് വണ്ടിയുടെ ഏകദേശം പാർട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ വണ്ടിക്ക് എന്താ മാറ്റം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തണ്ടർബേർഡ് ഓടിച്ചവർക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈബ്രേഷൻ ഉള്ള ഒരു വണ്ടിയായിരുന്നു. അത് മാത്രമല്ല ഞാനത് കുറെ ഓടിച്ചിട്ടുണ്ട് ആ ഒരു തണ്ടർബേർഡ് എന്ന് പറയുന്ന വണ്ടി. അതായത് തണ്ടർബേർഡിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്കില്ല. ഇതിന് ഒട്ടും ഇല്ലെന്നല്ല പറയുന്നത്, എന്നാലും അതിനെ അപേക്ഷിച്ച് അത്രത്തോളം വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് വണ്ടിയുടെ ബാക്കിലോട്ടൊക്കെ വരുമ്പോഴത്തേനും വണ്ടിയുടെ ടെയിൽ സെക്ഷനും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല ഭംഗിയാണ് വണ്ടിയുടെ ടെയിൽ സെക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ. അതായത് ബാക്കിലത്തെ ടയർ അത്യാവശ്യം നല്ല സൈസ് ഉള്ള ടയറാണ്. ആ ഒരു 140 സെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയണ്ട, നമ്മുടെ ആ ഒരു ഡോമിനർ 250 കുറച്ചുകൂടെ വലിയൊരു ടയറാണ്. ഡോമിനർ 250ക്ക് 130 സെക്ഷൻ ആയിരുന്നെങ്കിൽ ഇതിനൊരു 140 സെക്ഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബാക്കിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഒരു ഹാർലിയുടെ ഒക്കെ ചെറിയ ഒരു ടച്ച് ബാക്കിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ ആ ഒരു റെട്രോ രീതി നിലനിർത്താൻ വേണ്ടി അവർ ആ ഒരു ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതും ഹാലജൻ ബൾബോട് കൂടി വരുന്നതാണ്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഹാലജൻ ബൾബോട് കൂടി വരുന്നതാണ്. അത്യാവശ്യം നല്ല ഭംഗിയാണ് ആ ഒരു ടെയിൽ സെക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ. നല്ല രീതിയിൽ തന്നെ താഴോട്ടൊക്കെ ഇറങ്ങി നല്ല ഭംഗിയാണ് ആ ഒരു ബാക്കിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ കാണാൻ. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ സീറ്റിന്റെ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് റൈഡർ സീറ്റും വരുന്നത്. അതേപോലെ പില്ലിയണും വലിയ രീതിയിലുള്ള കുഴപ്പമോ കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഓടിക്കാം. നിങ്ങൾക്ക് അറിയാതെ ഒരു ക്രൂസർ ബൈക്കാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇത്. അതേപോലെ തന്നെ ബാക്കിലോട്ടൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു മാറ്റ് ഫിനിഷിലാണ്. നല്ല ഭംഗിയാണ് ആ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കാണാൻ. കാരണം ഏകദേശം ഒരു ഈ ഭാഗത്തുനിന്നാണ് കൊടുത്തിരിക്കുന്നെങ്കിലും അതൊരു എന്താ പറയുക, നമുക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ചിരിക്കാൻ പറ്റിയ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വണ്ടിയുടെ എഞ്ചിൻ സൈഡിലോട്ട് നോക്കാം. എഞ്ചിൻ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ 349 cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 20 PS പവറും അതേപോലെ 27 Nm ടോർക്കും ഉള്ള ഒരു വണ്ടിയാണ്. അതായത് നല്ല അത്യാവശ്യം നല്ല ടോർക്ക് ആയിട്ട് ഒരു വണ്ടിയാണ്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ മെറ്റിയോർ 350. കാരണം ഈ ഒരു വണ്ടിയുടെ എഞ്ചിനൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പഴയ റോയൽ എൻഫീൽഡിനെ വെച്ച് നല്ല രീതിയിൽ തന്നെ മാറ്റമുണ്ട്. കാരണം നല്ല രീതിയിൽ തന്നെ റിഫൈൻഡ് ആയിട്ട് വൈബ്രേഷൻ ഒക്കെ കുറഞ്ഞ് നല്ല ക്ലീൻ ആയിട്ടൊരു എഞ്ചിനാണ്. അല്ലെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ എന്നൊക്കെ പറയത്തില്ല, അമ്മാതിരി ഒരു എഞ്ചിനാണ്. നല്ല രസമാണ് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ. ഭയങ്കര സ്മൂത്ത് ആയിട്ട് തോന്നും എഞ്ചിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എഞ്ചിനും വരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ
ഈ വണ്ടി. ഇനി നമുക്ക് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ അടുത്തോട്ടൊക്കെ പോയാൽ ഈ വണ്ടിക്ക് വരുന്നത് ഒരു 170 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസും വലിയ രീതിയിലുള്ള കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താ പറയുക, അത്യാവശ്യം ഓഫ് റോഡും ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വലിയ രീതിയിലുള്ള സീനോ കാര്യങ്ങളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഈ വണ്ടിയുടെ എക്സോസ്റ്റിന്റെ ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് വരുന്നത് ഒരു മാറ്റ് ബ്ലാക്ക് കളറാണ് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ എന്താ പറയുക, ആ ഒരു ടോപ്പ് എഡിഷനിൽ വരുന്നത് ഫുള്ള് ക്രോം ആയിരിക്കും. വണ്ടിയിൽ അത്യാവശ്യം എല്ലാ ഭാഗവും ക്രോം കളറിലായിരിക്കും ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ സൗണ്ട് നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഗായ്സ്, അപ്പോൾ എന്താ പറയണത്, നമ്മുടെ ആ ഒരു തണ്ടർബേഡിന് കുറച്ച് എന്താ പറയുക, തണ്ടർബേഡ് എന്നല്ല, നമ്മുടെ ആ ഒരു ബുള്ളറ്റിന് കുറച്ച് ബാസ് ഉള്ള സൗണ്ട് ഇല്ല. ഇതിന് ബാസ് കുറവാണെന്നല്ല പറയുന്നത്, എന്നാലും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബാസ് കുറഞ്ഞിട്ട് കുറച്ച് റിഫൈൻഡ് ആയിട്ട് ഒരു സൗണ്ടാണ് ഈ വണ്ടിക്ക് വരുന്നത്. അല്ലെങ്കിൽ കുറച്ച് കേൾക്കാൻ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഒരു സൗണ്ടാണ്. നമ്മുടെ BS4 എല്ലാ വണ്ടിയിലും നോക്കിക്കഴിഞ്ഞാൽ ഇമാതിരി ഒരു ഭയങ്കര ഒരു സ്മൂത്ത്നെസ് നമുക്ക് വണ്ടിയുടെ സൗണ്ടിലും ഫീൽ ചെയ്യും. അമ്മാതിരി ഒരു സൗണ്ടാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അല്ലാതെ വേറെ അങ്ങനെ ഒത്തിരി ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല കേൾക്കാൻ ഭംഗിയുള്ള ഒരു സൗണ്ടാണ് ഗായ്സ്. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് വണ്ടിയിലോട് ജസ്റ്റ് കയറി ഇരുന്ന് സംസാരിക്കാം. ഗായ്സ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ ഫീൽ ആവുന്നത് വണ്ടിയുടെ വെയിറ്റ് ആണ്. ഏകദേശം 191 kg ആണ് വണ്ടിയുടെ ഡ്രൈ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ള വണ്ടിയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഓടിക്കുമ്പോൾ അത് വലിയ രീതിയിൽ ഫീലോ കാര്യങ്ങളോ ഒന്നും ആവത്തില്ല. പിന്നെ നമുക്ക് വണ്ടിയുടെ സീറ്റ് ഹൈറ്റിന്റെ ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ 765 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ വലിയ സീറ്റ് ഹൈറ്റ് ഉള്ള വണ്ടിയൊന്നുമല്ല. അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റ് കുറവുള്ള ഒരു വണ്ടിയാണ്. അപ്പം നിങ്ങൾ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് Meteor 350. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഫുഡ് പാക്കിന്റെ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡ് പാക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്താ പറയുക, ആ ഒരു ക്രൂസർ ബൈക്കിൽ ഇരിക്കുന്ന പോലെ തന്നെ നല്ലപോലെ തന്നെ ഫ്രണ്ട് സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഫീൽ ആവത്തില്ല. നമ്മൾ എങ്ങനെ ഒരു കസേരയിൽ ഇരിക്കുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൽ ഇരുന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടി. പിന്നെ നമുക്ക് വണ്ടിയുടെ ഗിയറിന്റെ ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഗിയർ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആ ഒരു റോയൽ എൻഫീൽഡിന്റെ കണ്ടുവരുന്നിരുന്ന ആ ഒരു രീതിയിലുള്ള ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. അതിൽ വലിയ രീതിയിലുള്ള മാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു സെയിം എന്താ പറയുക, നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു ഗിയർ ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലൊക്കെ റോയൽ എൻഫീൽഡിന്റെ ആ ഒരു രീതിയിലുള്ള ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒത്തിരി സ്മൂത്തും അല്ല, അങ്ങനെ ഒത്തിരി ഹാർഡും അല്ലാത്ത രീതിയിലുള്ള ഒരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ മീറ്ററിന്റെ ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂൽ ഗേജും കാര്യങ്ങളൊക്കെ കാണാം. അത്ര ആക്യുറേറ്റഡ് ആയിട്ട് ഒരു ഫ്യൂൽ ഗേജോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്താ പറയുക, അത് ഇടയ്ക്കിടയ്ക്കൊക്കെ തെറ്റും കാര്യങ്ങളൊക്കെ കാണിക്കും. അതേപോലെ തന്നെ ഇവിടെ സ്പീഡോമീറ്റർ, അതേപോലെ തന്നെ നമ്മുടെ ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ ടൈം, നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വാർണിംഗ് സ്വിച്ചസ് ഒക്കെ താണ്ടി ഈ ഒരു മീറ്ററിന്റെ ഈ ഒരു അടിഭാഗത്തായിട്ടാണ് വരുന്നത്. എന്താ പറയുക, ആ ഒരു തണ്ടർബേഡിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു മീറ്ററിന്റെ ഒരു പീസ് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്ന പോലെ തന്നെയാണ് വരുന്നത്. ഇതിന് ചെറിയൊരു ആട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെ ആ ഒരു നമ്മൾ എന്താ പറയുക, ആ ഒരു മോഡ് മാറ്റുന്ന സ്വിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സ്വിച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു റൈറ്റിൽ കാണുന്നതെന്ന് പറയാൻ ഇതിന്റെ എന്താ പറയുക, നാവിഗേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര മീറ്റർ ചെന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിയണം, അങ്ങനെ ആരോസ് ആണ് കാണിക്കുന്നത്. അല്ലാതെ മാപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ മീറ്ററിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്വിച്ചിന്റെ ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, ഒരു വെറൈറ്റി ലുക്കിലാണ് ഇതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് കിൽ സ്വിച്ച് അതൊക്കെ നമ്മൾ കണ്ടു വന്നിരിക്കാത്ത രീതിയിലാണ് ഇതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് കിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ താണ്ടി ഇതാണ്. സെൽഫ് സ്റ്റാർട്ടും കിൽ സ്വിച്ചും എല്ലാം ഒരു ഒറ്റ സ്വിച്ചിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവുന്നത് നമ്മുടെ സെൽഫ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇവിടെ കാണുന്നത് നമ്മുടെ ഹസാർഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ലോ ബീമും ഹൈ ബീമും നമ്മുടെ പാസും അതെല്ലാം ഒറ്റ സ്വിച്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഇതിന്റെ നമ്മുടെ എന്താ പറയുക, ഇതിനകത്ത് മോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ട്രിപ്പ് മീറ്റർ അതൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അതിന്റെ ട്രിപ്പ് എ ട്രിപ്പ് ബി അതൊക്കെ സെറ്റ് ചെയ്യുന്ന സ്വിച്ച് താണ്ട് ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു റെഡ് കളറിലാണെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ ആ ഒരു ഫിനിഷിംഗ് എല്ലാ ഭാഗത്തും ഈ വണ്ടിയുടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യും. പിന്നെ ഇൻഡിക്കേറ്റർ ഹോൺ അങ്ങനെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത്. പിന്നെ മിററിന്റെ ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു മിററാണ്. വലിയ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മിററും കാര്യങ്ങളൊക്കെയാണ്. ഒരു എന്താ പറയുക, മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് മിററും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ടാങ്കിന്റെ കപ്പാസിറ്റി ഒക്കെ വരുന്നത് ഒരു 15 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലോങ് റൈഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ Meteor 350. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ജസ്റ്റ് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഗായ്സ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ആവുന്നത് വണ്ടിയുടെ ആ ഒരു പവറാണ്. ഏകദേശം എന്താ പറയണ്ടേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വണ്ടിയുടെ ആ ഒരു ടോർക്കും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. ചെടുക്കുമ്പോൾ ആ ഒരു ചാട്ടമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ചാട്ടമൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ വണ്ടിയിൽ നിന്ന് ഫീൽ ആവും. അത് ആ ഒരു ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ആയാലും അത്യാവശ്യം നല്ല രസമാണ് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ. നല്ല ഫണ്ണായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ Meteor 350. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് വണ്ടിയുടെ വൈബ്രേഷനെ പറ്റിയാണ്. വണ്ടിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ നമ്മൾ റിങ് ചെയ്ത് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ
ത്രോട്ടിൽ റിങ് ചെയ്ത് പിടിക്കുമ്പോഴാണ് ഈ വണ്ടി ഇത് ചെറിയൊരു പൊടിക്കുള്ള വൈബ്രേഷൻ, അതൊരു സാധാ ബൈക്കിന് എങ്ങനെയാണോ ആ ഒരു രീതിക്ക് വരുന്ന ഒരു വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ പഴയ ആ ഒരു എൻഫീൽഡിനെ അപേക്ഷിച്ച് അത്രയും വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വണ്ടിയിൽ നിന്ന് ഫീൽ ആവത്തില്ല. പിന്നെ ഇനി ബ്രേക്കിങ്ങിനെ പറ്റിയൊക്കെ പറയാം. ബ്രേക്കിങ്ങിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നല്ല അത്യാവശ്യം വലിയ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. 300 mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ആ ഒരു 172 mm ഒക്കെ ആകുമ്പോഴത്തേന് അറിയാം അത്യാവശ്യം നല്ല പ്രോഗ്രസീവ് ആയിട്ട് ഒരു ബ്രേക്കാണ്. എന്നാൽ അത്ര ബൈറ്റുള്ള ബ്രേക്കല്ല, എന്താ പറയണ്ടേ, നമുക്ക് പിടിച്ച് നിർത്താം. പക്ഷെ അത്രയും ബൈറ്റോടെ നിൽക്കുന്ന ഒരു ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും അല്ല. ഈ വണ്ടിക്ക് അത്രയും ബൈറ്റുള്ള ബ്രേക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് അത്രയൊക്കെയാണ് ബ്രേക്കിങ്ങിന്റെ കാര്യം. പിന്നെ ഇനി അതേപോലെ അടുത്തതായിട്ട് പറയാനുള്ളത് വണ്ടിയുടെ എന്താ പറയേണ്ടത് ഹീറ്റിങ്ങിനെ പറ്റിയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഹീറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വണ്ടിയിൽ നിന്ന് ഫീൽ ആയില്ല. കാരണം ഞാൻ അങ്ങനെ ഒത്തിരി ട്രാഫിക്കുള്ള വഴി കൂടെ ഒന്നും പോയില്ല. എന്നാലും എനിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വണ്ടിയിൽ നിന്ന് ഫീൽ ആയില്ല. ഇപ്പൊ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ ടയർ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ നല്ല കോർണറിംഗ് ഒക്കെ ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള കോൺഫിഡൻസ് കുറവോ കാര്യങ്ങളോ ഒന്നും ടയറിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയില്ല. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് വണ്ടിയുടെ എഞ്ചിനെ പറ്റിയാണ്. എഞ്ചിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ടുണ്ട് എഞ്ചിൻ. കാരണം ആ ഒരു റിഫൈൻനെസ് നമുക്ക് ഫീൽ ആവും, അല്ലെങ്കിൽ വണ്ടി അത്രയും സ്മൂത്ത് ആയത് നമുക്ക് ഫീൽ. അതായത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണ്ടർബേർഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം എൻ്റെ കൂട്ടുകാരന് തന്നെ തണ്ടർബേർഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് എപ്പോഴും ഓടിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു വൈബ്രേഷൻ എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. കാരണം ആ ഒരു വൈബ്രേഷൻ നല്ലൊരു വൈബ്രേഷനാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം ലോങ് ഒക്കെ പോയാൽ നമ്മുടെ കൈക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് നോക്കിയത് അറിയാൻ ഈ വണ്ടിക്ക് അങ്ങനെ ഒത്തിരി വലിയ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വണ്ടിയിൽ നിന്ന് ഫീൽ ആവത്തില്ല. ഹീറ്റ് എടുത്ത് നോക്കിയാലും അങ്ങനെ വലിയ രീതിയിലുള്ള ഹീറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വണ്ടിയിൽ നിന്ന് അങ്ങനെ ഫീൽ ആവത്തില്ല. ഇനി ഇതിൻ്റെ മീറ്റർ കൺസോളിലോട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അത്യാവശ്യം നമുക്ക് എന്താ പറയണ്ടേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാനും കാര്യങ്ങളൊക്കെ വെക്കും. നമ്മുടെ ഈ ഒരു എന്താ പറയുക GPS-ന്റെ ഒക്കെ മീറ്ററും കാര്യങ്ങളൊക്കെ ആയാലും അത് മാത്രമല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ആ ഒരു എന്താ പറയണ്ടേ അവർ ഫ്യൂൽ ഗേജ് പോലും കൊടുത്തിട്ടില്ലാത്ത ഒരു കാലത്ത് നമുക്ക് ഇതൊക്കെ തന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കാരണം അവർ നല്ല രീതിയിൽ തന്നെ അപ്ഡേറ്റ് ആവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ റോയൽ എൻഫീൽഡ്. ലുക്ക് വൈസിൽ ഇല്ലെങ്കിൽ ആ ഒരു വർക്ക് ബേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയണ്ട ആ മീറ്ററിന്റെ ഭാഗത്തായാലും അല്ലെങ്കിൽ എഞ്ചിന്റെ ഭാഗത്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണിയെടുത്ത് കൊണ്ടുവന്ന ഒരു വണ്ടിയാണ് ഈ മീറ്റിയോർ 350. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിന്റെ ഹാൻഡിലിങ്ങിനെ പറ്റിയാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോർണറിങ് കാര്യങ്ങളൊക്കെ ചെയ്താലും വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങനെ കോൺഫിഡൻസ് കുറവോ കാര്യങ്ങളോ ഒന്നും ഫീൽ ആകത്തില്ല. അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കും, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ മീറ്റിയോർ 350. ഇനി ഈ വണ്ടിയുടെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ നോക്കുക നല്ല അത്യാവശ്യം നല്ല മഴ സമയം നമുക്കിങ്ങനെ ഒരു എന്താ പറയുക വണ്ടിയുടെ ആ ഒരു പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത്. നമുക്കങ്ങനെ വണ്ടിയിൽ നിന്ന് ഒരു രീതിയിലുള്ള സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഫീൽ ആവത്തില്ല. അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് നമുക്ക് അങ്ങനെ എന്താ പറയണ്ട ഒത്തിരി അങ്ങനെ കഷ്ടപ്പെട്ട് കയറുന്ന പോലുള്ള ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ക്ലച്ചിന്റെ ഭാഗത്തോട്ടൊക്കെ നോക്കാം. ക്ലച്ചിന്റെ ഭാഗത്തോട്ടൊക്കെ നോക്കുമ്പോൾ എന്താ പറയണ്ട അത്യാവശ്യം നല്ലൊരു ക്ലച്ചാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് പറയാൻ എനിക്ക് അത്ര എങ്ങനെ എന്താ പറയണ്ട ഭയങ്കര ഹാർഡായിട്ട് തോന്നിയില്ലെങ്കിലും നമുക്ക് ആ ഒരു ക്ലച്ചിന്റെ ലിവർ അത്യാവശ്യം നല്ല വലുതാണ്. നമുക്ക് പിടിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് കൈക്ക് അങ്ങനെ വേദനയോ കാര്യങ്ങളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അത് മാത്രമല്ല നമുക്ക് ഈ വണ്ടി അത്യാവശ്യം നല്ല ട്രാഫിക്കിലൊക്കെ യൂസ് ചെയ്യാം. കാരണം അത്രത്തോളം നമുക്ക് കയ്യിൽ നിന്ന് ആ വേദനയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരാൻ ചാൻസും കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഈ വണ്ടിയുടെ ടാങ്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 15 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. തണ്ടർബേർഡിനാണെങ്കിൽ 20 ലിറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് 15 ലിറ്റർ ആണ്. അപ്പം ടാങ്ക് റേഞ്ചിൽ വേറെ രീതിയിലുള്ള കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൂർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അത് മാത്രമല്ല ഇതൊരു ക്രൂസർ ബൈക്ക് കൂടെ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത സീറ്റിംഗും കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ എന്താ പറഞ്ഞാൽ ഒട്ടും സ്ട്രെസ് അല്ല. ഇത് ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുഴിഞ്ഞിട്ട് കുറച്ച് വൈഡായിട്ടുള്ള ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒട്ടും നമ്മളങ്ങനെ സ്ട്രെസ് എടുത്തിരിക്കുന്ന ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരുന്നാണ് ഓടിക്കുന്നത്. കാല് കുറച്ച് ഫ്രണ്ടിലോട്ടായാലും വെച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരുന്ന് ഓടിക്കുന്ന പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ മീറ്റിയോർ 250. അതേപോലെ തന്നെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിന്റെ പില്ലറിനെ പറ്റിയാണ്. പില്ലൻ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു സീറ്റാണ്. പക്ഷേ അതിന്റെ ഫുഡ് പാക്ക് കുറച്ച് ബാക്കിലോട്ടാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അത് മാത്രമല്ല ബാക്കിൽ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷന്റെ ഭാഗത്തെന്ന് പറയാൻ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് വണ്ടിയുടെ മൈലേജിനെ പറ്റിയാണ്. ഈ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 35 to 40 ആ ഒരു റേഞ്ചിൽ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു 350 cc വണ്ടിക്ക് ഇത്രയും നല്ലൊരു എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടിക്ക് അത്രയും മൈലേജ് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. അത്യാവശ്യം നല്ലൊരു മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അത് മാത്രമല്ല നല്ലൊരു ടാങ്ക് റേഞ്ചും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോങ് പോയാൽ അങ്ങനെ വലിയ രീതിയിലുള്ള കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിന്റെ സസ്പെൻഷന്റെ ഭാഗമാണ്. ബാക്ക് അത്യാവശ്യം നല്ല എന്താ പറയണ്ട അത്യാവശ്യം നല്ല ഹാർഡാണെങ്കിൽ ഫ്രണ്ട് അത്രത്തോളം ഹാർഡായിട്ട് എനിക്ക് തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹാർഡെന്നല്ല, എന്നാലും കുറച്ചൊരു ഹാർഡായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോർണറിങ് ചെയ്യുമ്പോൾ വണ്ടിക്ക് കോൺഫിഡൻസും കാര്യങ്ങളൊന്നും അങ്ങനെ കുറവായിട്ടൊന്നും തോന്നത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കോർണറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ലൊരു 140 സെക്ഷന്റെ ടയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 3 വേരിയന്റിലാണ്. അപ്പോൾ ഈ വണ്ടിക്ക് അങ്ങനെ ഇവിടെ വിൻഷീൽഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു ടോപ്പ് വേരിയന്റിൽ ഇവിടെ ഒരു വിൻസ്ക്രീനും കാര്യങ്ങളൊക്കെ വരും. അത് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു വിൻസ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയണ്ട ഒരു നമ്മളൊരു 70-80 ഒക്കെ പോയാലും അത്യാവശ്യം അതിൽ നിന്ന് നല്ല രീതിയിലുള്ള കാറ്റോ
കാര്യങ്ങളൊന്നും പിടിക്കാതെ നമുക്ക് നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു വിൻഷീൽഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ടോപ്പ് എൻഡ് വേരിയന്റ് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് കട്ട് അലോയ് വരുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടും. അതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു എന്താ പറയണ്ടേ, ഫുള്ളി എല്ലാ ഭാഗങ്ങളും കൂടുതലും മാറ്റ് ബ്ലാക്കും കാര്യങ്ങളൊക്കെയാണ്. അത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്രോം എലമെന്റ് കൂടും. അതായത് നിങ്ങൾ ആ ഒരു ഇന്റർസെപ്റ്ററിലൊക്കെ കണ്ട പോലെ തന്നെ ആ ഒരു സൈലൻസറും അതും ഇതും എല്ലാം നല്ല ക്രോം എലമെന്റിലായിരിക്കും വണ്ടി കാണാൻ. കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തോന്നിക്കും. ഇത് കണ്ട കറക്റ്റ് തണ്ടർബേഡ് ആണെന്ന് പറയും. തണ്ടർബേഡ് ആയിരുന്നു ഈ എക്സിന് ഈ ഒരു കളർ ഉണ്ടായിരുന്നു. കാരണം അതേ ലുക്കിലാണ് ഈ വണ്ടി ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. സത്യത്തിൽ ഓടിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക് ഈ സൗണ്ട്. കാരണം നല്ല നല്ല രസമുണ്ട് നമുക്കിത് ഓടിക്കുമ്പോൾ കേൾക്കാം. നമുക്ക് ആ ഒരു പതുക്കെ പോയാലും നല്ല ഭംഗിയുണ്ട് ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് നല്ല എന്താ പറയണ്ടേ, നല്ല റിഫൈൻഡ് ആയിട്ട് ഒരു സൗണ്ടാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സൗണ്ടിന്റെ ഭാഗത്തോ ഈ വണ്ടിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള പോരായ്മയായിട്ട് എനിക്കൊന്നും തോന്നിയില്ല ഗായ്സ്. അപ്പോൾ ഈ വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ ഇപ്പം എന്താ പറയണ്ട വേരിയന്റ് അനുസരിച്ചാണ്. അപ്പോൾ ഇതിപ്പോൾ ഏറ്റവും ബേസ് മോഡലാണ്. ഇപ്പോൾ ഇതിന്റെ ആ ഒരു ഹൈ എൻഡ് വണ്ടിയൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം 2 ലക്ഷത്തിൽ പുറത്ത് വരും. കറക്റ്റ് ഞാൻ വില ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് മാത്രമല്ല ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഞാനങ്ങനെ വണ്ടിയെ പറ്റി ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വണ്ടി ചെറിയ രീതിയിലൊന്നും ഇപ്പം കൈ കൊടുത്താണ് ചേരാം. ഇപ്പം ഞാൻ ഫസ്റ്റിലാണ്, അതിന് നേരെ സെക്കൻഡ് ആയിട്ട് ചെറിയ രീതിയിലൊന്ന് കൈ കൊടുത്താണ് ചേരാം. ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലേക്കാണ് കൈ കൊടുക്കുമ്പോൾ അങ്ങനെ കയറാൻ വലിയ രീതിയിലുള്ള മടിയോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു 80-70 വരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറും. അതേപോലെ നമുക്ക് ആ ഒരു സ്പീഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രൂസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ കൈ കൊടുത്ത് കാണിക്കുന്നില്ല, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് എൻ്റെ മെറ്റിയോർ 350യുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ ഓണറിന് ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എല്ലാവരും മാക്സിമം കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വണ്ടിയെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുടെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.